ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ തിരുവനന്തപുരം പോകണമെന്ന പ്ലാന്. എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കി ഇരിക്കണം. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ദൗത്യത്തിന് വേണ്ടി. നമ്മൾ ഇന്ന് രാവിലെ ഒരു കല്യാണത്തിനൊക്കെ പോയപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഈ ഉപ്പുമുളകിലുള്ള മറ്റേ ബാലുവിൻ്റെ അനിയനെ അഭിനയിക്കണ അങ്ങേരെ നമ്മൾ കണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയും കണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. പിന്നെ വൈകിട്ട് ഇത് ജിമ്മിയെ പോയിട്ട് തിരിച്ചെത്തി. ഇപ്പം ഗൗതത്തിന് വേണ്ടി വെയിറ്റിങ്ങാണ്. ഗൗതം വന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പറന്ന് എത്തണ സ്ഥലത്ത് നമുക്ക് കാണാം. ദിവസം പോലെ മണിക്കൂറുകൾക്കുള്ള പോസ്റ്റിനപ്പുറം അവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതോ ഇറങ്ങി, അവൻ വാന്ന് മെസ്സേജ് ഇട്ട് അത് ഓടി വന്നപ്പോൾ ഇവിടെ ആരും കാണാനില്ല. ഇതോ കറുപ്പൊക്കെ ഇട്ട് സീറ്റ് ഏത് ബ്രോ തലയൊക്കെ കുറിച്ച് ഗൗതം ബാക്ക് അങ്ങനെ നമ്മള് ഭക്തി മാർഗത്തിലോട്ട് ഓടല്ലേ. വേറെ വഴിയില്ല, അകത്തേറെ നമ്മള് ഭക്തി മാർഗത്തിൽ ഭക്തി വേണം. മനസ്സിൽ ഭക്തി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൂസിനെ തപ്പിയതോ ഇങ്ങനെ കൃഷ്ണൻ കോവിൽ വന്നിട്ടുണ്ട്. അകത്ത് ഞാൻ ഒന്ന് തൊഴുതിട്ട് വരാം. നിന്റെ പാട്ട് കാണാൻ വന്നപ്പോ നീ നമ്മളെ പറ്റിച്ച്. എന്റെ കുഴപ്പമില്ല. പാട്ട് കേൾക്കാൻ അത് നോക്കി ബ്ലോഗ് കാണിച്ചിട്ട് പറയാം. ഒന്ന് സംസാരിക്കാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട്. എല്ലായിടത്തും ക്യാമറയും പൊക്കിക്കൊണ്ട് സത്യം പറയാൻ ക്യാമറ ഓണാക്കി പോലും ഞാൻ കണ്ടില്ല. ഇപ്പൊ ഞാൻ വല്ലതും പറഞ്ഞു. ഞാൻ ഓണാക്കിയോ? ഞാൻ പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ചായ കുടിക്കാൻ പോകുന്ന കോണ്ടാത്ത അമ്മയെന്നാരാണത്. ഇതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എനിക്ക് ക്ഷേത്രം തൊട്ടടുത്ത് മഹാദേവനുണ്ട്. ഇതാണ് നമ്മളിപ്പോ ഉള്ള നെയ്യാറ്റിൻകരയാണ്. പുഞ്ചിരി ട്രാവൽസ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ എന്റെ മോന് സൈഡ് വിജയാ അല്ല മമ്മൂട്ടി ആരും നോക്കണം, ധോണിയാ എന്റെ ആദ്യത്തെ തലമുതി എണ്ണ ഡ്രസ് ഇട്ടിരിക്കുന്നു ഡ്രൈവർ. അതിന്റെ കോൺഫിഡൻസിനുണ്ടായിരിക്കും. പിന്നെ ആക്സിഡന്റിന് കാലെടുക്കാറായില്ല. പിന്നെ ഞാൻ ഇറങ്ങണ ബാംഗ്ലൂരായിരിക്കും സത്യം. ഞാൻ മറ്റേ എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ വണ്ടി കാണിച്ചിരിക്കും. ആദ്യത്തെ വീഡിയോയില് നമ്മൾ അവിടെ നേരെ പുഞ്ചിരി 2 പുഞ്ചിരി ഇങ്ങനെ എന്താണ് വെജിറ്റേറിയൻ ഹോട്ടൽ വടക്കട. ഇവിടെ ഫുഡ് അവന് തിന്നാനേ അറിയൂ. നമ്മൾ കൂടെ വരാം. ഞാൻ പോണു നേരെ 9 ആയില്ലേ. ഇതൊക്കെ പറയണ്ടേ, നമ്മൾ കുറച്ചൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യം പറയട്ടെ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ, ഞാൻ നിങ്ങൾക്കറിയില്ലേ, ഞാൻ ചെറുതായിട്ട് സോപാന സംഗീതമൊക്കെ പാടും. അപ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഞാൻ പാടാം. അത് വലിയൊരു ഭാഗ്യമാണ്, വേറെ ഫീലാണ് അല്ലേ. അല്ലേ നിങ്ങൾ കണ്ടല്ലേ? പാട്ട് കണ്ടില്ല, പാട്ട് കാണാതെ എങ്ങനെയാടാ രോമാഞ്ചം പറഞ്ഞ വഴിയില്ലേ ഫോൺ വിളിച്ചപ്പോ കേട്ട് അപ്പോഴേക്കിനും രോമാഞ്ചം കയറി. പിന്നെ തുണി കിടക്കണോണ്ട് രക്ഷപ്പെട്ടു. വെളിയിൽ ആരും കണ്ടില്ല. ഇത് മുങ്ങിയില്ലേ? അത് ഇവന്റെ മൊബൈൽ നോക്കി എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഓണാണല്ലോ, ഓടാണല്ലോ. അതിപ്പോ ഗൗതം പറഞ്ഞു ഇങ്ങോട്ട് അവൻ സംസാരിക്കൂല എന്നുള്ളത്. ഞാനില്ല, ഞാൻ സംസാരിക്കില്ല. എന്തിനെടുപ്പ ശരിയാടാ, ശരിയാ കാണിച്ചേ മറ്റേ ഇത് വിടുന്നല്ല, മറ്റേ പോസ്റ്റ് ആണ് ഇത്. ഞാൻ കണ്ടു
ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇഷ്ടത്തിന്റെ റീൽ ഇറങ്ങുന്നു തട്ടിലൊക്കെ കൊണ്ടായിരുന്നു നോക്ക് കഴിക്കാം വീട്ടിൽ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു 10 മണി ഞാൻ വീട്ടിൽ 10 പറഞ്ഞ 10 മുമ്പ് വരണമെന്നാ പറഞ്ഞത് കഴിച്ചില്ല 10 ദിവസം അങ്ങനെ തന്നെ. ഇവിടെ കഥകളിയൊക്കെ നേരെ നടയിലാണ്. നമ്മളെ തിരുവട്ടാറ് വന്ന അവര് തന്നെ. നമ്മളിപ്പോ എവിടാ പോകുന്നത്? ഇവിടെ ഇതിലാണോ? അവിടെ ഹെൽമെറ്റ് വെക്കാവോ? കേരളം കയറിയിരിക്കുകയാണ്. അപ്പോൾ ഗോശാല പശുവിനെ സോറി ഗൈസ്, നമ്മള് കേരളം കയറിയിരിക്കുകയാണ്. അപ്പം നമ്മളെ സ്ലാങ് ഒക്കെ മാറ്റിയിട്ട് നമ്മള് ഒരു നാടൻ മലയാളത്തിലോട്ട് മാറി. ഇതാണ് ഗോശാല. ഇവിടെ പണ്ടൊരു ആന ഉണ്ടായിരുന്നു ഗൈസ്, നെയ്യാറ്റിൻകര കണ്ണൻ എന്ന ആനൊരു പേര്. ആന ശരി കണ്ണൻ. ഇത് ഗോശാലയാ. ബോട്ടിലൊക്കെ കെട്ടി തൂക്കിട്ട് അറിഞ്ഞൂടാ എനിക്കതിനെ കുറിച്ച്. ഒരു കുഞ്ഞു കുട്ടിയാണ്. അതായിരിക്കണം ചെറിയ, അത്രയും ചെറുതൊന്നുമില്ല. ചെറുതല്ലേ? വീഡിയോക്ക് വേണ്ടി കുറച്ച് എഫക്റ്റ് ഇട്ടു. എന്താ ഇതിനെ ഇവിടെ ഒരു ആൺ പശുവിനെ കാണിച്ച ഇതിൽ ഒരെണ്ണം ആണാണ് നീ കാണിച്ചത്. അത് ബ്ലാക്ക് അത് നിക്കണത് പശുവാടാ. പശുവാ? ഇതിലാണ് ഞാൻ ഇവിടെ തപ്പ എല്ലാരും ഇരിക്കണടാ പ്ലേസ്മെന്റ്. ശരിവാ 6:30 കോളിനകത്ത് കയറിയത് കൊടുത്തേ. പെട്ടെന്ന് ഭക്തി കയറി വന്ന് 8:30 അവനെ കാണാനില്ല. അകത്ത് എന്തി ആയെന്ന് അറിഞ്ഞൂടാ. അഭിജിത്ത് അകത്ത് പാടാൻ പോയി അവൻ വരെ വന്ന് തൊഴാൻ പോയി അവനെ ഇതുവരെ കാണാനില്ല. 8:30 അവൻ തൊഴാൻ 6:30 കയറിയത്. അവിടെ മണിയടി ഇതുകൊണ്ട് 8 ഭാഗത്ത് കയറി ഇതുവരെ കാണാനില്ല. അവൻ്റെ ഫോൺ എൻ്റെ ഇല്ല, അതുകൊണ്ട് അവൻ്റെ ബ്ലോഗ് ഞാൻ എടുത്ത് എത്തിക്കുകയാണ്. സംഭവം നടത്തിയിട്ട് മയിൽപ്പീലി അവിടെ ഇരിക്കുന്നത്. അവൻ ഇല്ലാത്ത കുറവ് നമ്മൾ തീർത്തിരിക്കുകയാണ്. കാണിക്കേണ്ട എല്ലാം കാണിച്ചിട്ടുണ്ട്. പഴമാ അവൻ കണ്ടില്ലേ? അവൻ കണ്ടില്ല. അവൻ കാണുമ്പോൾ ഷാക്ക് അവന് കൊടുക്കാം. അപ്പൊ ശരി, ഇനി അവൻ വന്നിട്ട് ബാക്കി കാണുന്നുണ്ട്. ബൈ. അങ്ങനെ ഞാൻ ഭക്തി മാർഗം കഴിഞ്ഞ് വന്ന് കിട്ടി ഗൈസ്, കിട്ടി. അവസാനം കിട്ടി. എൻ്റെ പൊണ്ണു യാതോ പെണ്ണിന്റെ ബാക്കിൽ നിന്ന് പോയി. അല്ലാതെ ഇവിടെ തൊഴാനാ പോണേ. ഞാൻ തൊഴാനാണ് പോയി. ഇങ്ങനെ വരും തലമുറയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഭക്തി നമ്മളൊക്കെ ഇവിടെ എന്ത് വിചാരിച്ചിട്ടിരിക്കുന്നത്? ഇവൻ വന്നിട്ട് തൊഴാൻ പോയി, നല്ല ഇതായി മാറി, അവന്റെ സ്വഭാവം മാറി, അവന് അയ്യോ ഒന്നും കാണില്ലേ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ അവിടെ ആദ്യം വാലും പിടിച്ച് തൂങ്ങിയിട്ട് പേടിക്കുകയാണ് അവിടെ. അത് നമ്മളിപ്പോഴാണ് അറിയണത്. ഇല്ല ഗൈസ്, ഞാൻ തൊഴാൻ പോയപ്പോൾ തൊഴുത് കുറേ ദിവസം കഴിഞ്ഞിട്ട് കോവിലി കയറണേ. സത്യം പറയട്ടാ, നല്ല മറ്റേ അതിൻ്റെ പേരൊന്നും സമാധാനമുണ്ട് കോവിലി കയറിയപ്പോൾ. ഇനി നമ്മൾ അപ്പൂസിനെ തപ്പിയെടുക്കട്ടെ. അപ്പൂസ് അവിടെ വേടാ വണ്ടി ഇതുവഴി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചുറ്റി ഞാറ്റിങ്ങരൊക്കെ വഴി കയറി കോടതി വഴിയേ വരുള്ളൂ. അവൻ എവിടെയോ ചുറ്റി കോടതി വഴി എത്തും. ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. നമ്മൾ കോടതിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. അവിടെ ഗൗതം ഇടയ്ക്കിടയ്ക്ക് കോടതി വരാറുണ്ട് ഇല്ലേ ഗൗതമി? നമുക്ക് പല കേസുകൾ ഇങ്ങനെ വന്നു. ഞാൻ നോക്കാം ഒരു ദിവസം എന്നെ പെട്ടെന്ന് വാ കോടതി വരെ പോയിട്ട് വരാം അതൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, വേറെ ഒന്നുമല്ല. ബൈക്കിന്റെ ഫൈന് എൻ്റെ അല്ല, വേറൊരു വണ്ടീൻ്റെ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നായിരുന്നു. നമ്മളെ ഫൈൻ അടയ്ക്കാൻ വേണ്ടി കോടതിയൊക്കെ വന്നു. ബൈക്കിന്റെ ഫൈൻ മെൻഷൻ. എന്തായാലും ആരും ഇതുവരെയ്ക്കും ഒന്നും വീഡിയോ കാണൂല, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി എന്നാ ഗൈസ്, നമ്മൾ പോയി അപ്പൂസിനെ തപ്പിയെടുത്തിട്ട് വരാം. ഗൈസ് അങ്ങനെ അപ്പൂസിനെ കിട്ടി. നല്ലൊരു മയിൽപ്പീലിയൊക്കെ കറങ്ങി ബാഗിന്റെ ബാക്കിൽ മയിൽപ്പീലിയൊക്കെ. എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബൈക്ക് ചരിയാൻ പോകുമ്പോ നമ്മൾ നോക്കിക്കോളാം, നീ കാല് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു വെക്കാൻ. അതുകൊണ്ട് ഞാൻ കാല് വെക്കാറില്ല.
വീഴാൻ പോകുമ്പോ കാല് വെച്ചില്ലെങ്കിൽ ഇതിലോട്ട് കാല് വെക്കാം. പോവാ. നല്ല രസപ്പെടാം, നല്ല കഥകളിയാണ്. ഗൗതമൊന്നും മിണ്ടില്ല. അത് ക്യാമറ എങ്ങനെയാണ് കല്യാണം വീട്ടിൽ പോകുമ്പോൾ ക്യാമറ കൊണ്ടുവരുമ്പോ ഇങ്ങനെ അതൊരു അടുത്തങ്ങ് കമത്ത് വിഴുങ്ങി വിഴുങ്ങിയത് ഇനി കമത്താൻ മതി. ഇങ്ങനെ കുറച്ച് പോകും. കൈ കിട്ടി. ശരി ഗൈസ്. അങ്ങനെ കോവിലൊക്കെ പോയിട്ട് വന്ന് ഭയങ്കര സമാധാനവും കാര്യങ്ങളൊക്കെ ആയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോകുന്നു ഞാൻ. ഇത് ഒരുപാട് പക്ഷേ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല കോവിലിൽ. ഈ നെയ്യാറ്റിൻകരയിലുള്ള കോവിലിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. അത് ആദ്യം മറ്റു കയറി നല്ല ദൈവത്തിനൊക്കെ കണ്ടപ്പോൾ നല്ല സമാധാനവും കാര്യങ്ങളും. ഞാൻ കോവിലിൽ പോയി കുറേ ദിവസമായി. എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡായിട്ട് കയറി അങ്ങനെ ഇങ്ങനെ പോയിട്ട് തൊഴുതിട്ടൊക്കെ വന്നപ്പോണ്ടല്ലോ ഭയങ്കര സമാധാനം ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. ഇതൊരു ചെറിയ വീഡിയോ വെച്ചാൽ എന്തായാലും നല്ല ചെറിയ വീഡിയോ ആയിരിക്കും. നമ്മൾ വിചാരിച്ച് പോയതൊന്നും നടന്നതൊന്നും, അതുകൊണ്ട് ചെറിയ വീഡിയോ ആയിരിക്കും ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ വരണവരെ ബൈ ഗൈസ്.